AVP ഗ്രൂപ്പ് സ്ഥാപകന്റെ മകളെ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തി. ആര്യവൈദ്യ ഫാർമസി സ്ഥാപകൻ PV രാമവാര്യരുടെ മകളും മുൻ മാനേജിംഗ് ഡയറക്ടറുമായ PR കൃഷ്ണകുമാറിന്റെ സഹോദരിയുമായ കസ്തൂരി G കുട്ടിയെയാണ് കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയത്. കൈകാലുകൾ കെട്ടിയിട്ട് വായിൽ പ്ലാസ്റ്റർ ഒട്ടിച്ച നിലയിൽ ആയിരുന്നു മൃതദേഹം. സംഭവത്തിൽ നേപ്പാൾ സ്വദേശിനിയായ വീട്ടുജോലിക്കാരിയെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് അന്വേഷണം. വാർത്തയുടെ വിശദാംശങ്ങളുമായി പ്രജിത്ത് കോങ്ങാടാണ് ചേരുന്നത്. പ്രജിത്ത്, എപ്പോഴാണ് ഈ വിവരം പുറം ലോകത്ത് അറിഞ്ഞത്? എന്താണ് മറ്റു വിവരങ്ങൾ? അഭിലാഷ്, ആയുർവേദ ഫാർമസി സ്ഥാപകൻ പരേതനായ VP രാമവാര്യരുടെ മകൾ കസ്തൂരി G കുട്ടി 83 വയസ്സാണ് ഇവർക്ക് പ്രായം. ഇവർ കോയമ്പത്തൂർ നെഞ്ചുണ്ടാപുരം റോട്ടിലുള്ള ഒരു അപ്പാർട്ട്മെന്റിലാണ് ഇവരെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കൈകാലുകൾ ബന്ധിച്ചതും വായിൽ പ്ലാസ്റ്റർ ഒട്ടിയ നിലയിലുമാണ് ഇവരുടെ മൃതദേഹം കണ്ടത്. മൃതദേഹം കണ്ടത് കവർച്ചയ്ക്കിടെ നടന്ന കൊലപാതകം എന്നാണ് പോലീസിന്റെ നിഗമനം. പാസൻ അപ്പാർട്ട്മെന്റിലാണ് ഇവർ മകനോടൊപ്പം താമസിച്ചു വരുന്നത്. സഹായിയായി ഹോം നേഴ്സായ സഹായിയായി നേപ്പാൾ സ്വദേശിയായിരുന്നു. 3 മാസം മുമ്പാണ് ഇവരെ ഹോം നേഴ്സായിട്ട് ഇവരുടെ വീട്ടിൽ വന്നത്. ഇന്നലെ രാവിലെ ഇവരുടെ മകൾ അമ്മയെ ഫോൺ ചെയ്യുകയും ഫോൺ എടുക്കാതെ വന്നപ്പോൾ സമീപത്തുള്ള അയൽവാസികളെ വിവരം അറിയിച്ച് അവർ വന്ന് നോക്കിയപ്പോഴാണ് ഇവർ മരിച്ചു കിടക്കുന്നതായി കണ്ടെത്തിയത്. വിവരമായി അയൽവാസികൾ പോലീസിനെ വിവരം അറിയിക്കുകയും ഡെപ്യൂട്ടി കമ്മീഷണർ മുതലായവർ വന്ന് ഇവിടെ ഫ്ളാറ്റിൽ പരിശോധന നടത്തുകയും ചെയ്തിരുന്നു. CCTV പരിശോധിച്ചപ്പോൾ വെള്ളിയാഴ്ച രാത്രി 12:15 3 പേർ ഫ്ളാറ്റിലേക്ക് വരുന്നത് കാണുന്നുണ്ട്. അത് ഫ്ളാറ്റിന്റെ വാതിൽ തുറന്നു കൊടുക്കുന്നത് ഈ നേപ്പാളിക്കാരിയായ ഈ ഹോം നേഴ്സാണ്. അതിനുശേഷം അരമണിക്കൂറിന് ശേഷം ഇവർ തിരിച്ചു പോകുന്നതുമുണ്ട്. കഴുത്തിലുള്ള 2 പവന്റെ മാലയാണ് ഇപ്പോൾ നഷ്ടപ്പെട്ടിരിക്കുന്നത്. അതുമാത്രവുമല്ല, അലമാറകളെല്ലാം കുത്തി തുറന്ന നിലയിലാണ്. കൂടുതൽ സാധനങ്ങൾ നഷ്ടപ്പെട്ടിട്ടുണ്ടോ എന്ന് അന്വേഷിച്ചു വരികയാണ്. ഇവരുടെ മൃതദേഹം ഇപ്പോൾ കോയമ്പത്തൂർ മെഡിക്കൽ കോളേജിലാണ്. അന്വേഷണത്തിനായി പ്രത്യേക സംഘത്തെ നിയോഗിച്ചിട്ടുമുണ്ട്. അഭിലാഷ്, ചിത്രത്തിൽ പ്രേക്ഷകർ കാണുന്നത് ഈ വീട്ടുവേലക്കാരിയായ സുർജ റോക്കി എന്നാണ് പേര് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒരു പക്ഷേ വ്യാജ പേരാണോ എന്നതൊന്നും നമുക്ക് ഇപ്പോൾ സ്ഥിരീകരിക്കാൻ സാധിക്കുന്നില്ല. വീട്ടുജോലിക്കാരിയെ കേന്ദ്രീകരിച്ചുകൊണ്ട് തന്നെയാണ് അന്വേഷണം നടക്കുന്നത്. സ്വർണം ഉൾപ്പെടെ കാണാതായിട്ടുണ്ട് എന്നതാണ് പ്രാഥമികമായ വിവരങ്ങൾ. അതുമാത്രവുമല്ല, ഈ സുർജ റോക്കി ഉൾപ്പെടെ 4 പേർ വീടിന്റെ മതിൽ ചാടിക്കടന്നു പോകുന്നതിന്റെ CCTV ദൃശ്യങ്ങളടക്കം പോലീസിന് ശേഖരിക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ സുർജ റോക്കിയുമായി ചേർന്ന് നിൽക്കുന്നവരും ആണ് ഈ കൊലപാതകത്തിന് പിന്നിൽ എന്ന വിവരങ്ങൾ ആണ് ഇപ്പോൾ പുറത്ത് വന്നുകൊണ്ടിരിക്കുന്നത്. വീട്ടുജോലിക്കാരി തന്നെയാണ് ഈ കൊലപാതകത്തിന് പിന്നിൽ എന്ന സൂചനകൾ ആണ് പോലീസിന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. പോലീസ് എന്തായാലും ഇപ്പോൾ അന്വേഷണം ഊർജിതപ്പെടുത്തിയിട്ടുണ്ട്. ചിത്രത്തിൽ കാണുന്നത് പ്രതിയെന്ന് സംശയിക്കുന്ന ആളിൻ്റെ ചിത്രം ആണ്. ആര്യവൈദ്യ ഫാർമസി സ്ഥാപകൻ ആയിട്ടുള്ള VP രാമവാര്യരുടെ മകൾ കസ്തൂരി G കുട്ടി ആണ് മരണപ്പെട്ടിട്ടുള്ളത്. ഇപ്പോൾ നഞ്ചണ്ടാപുരം റോഡിലെ വസതിയിലാണ് കൊല്ലപ്പെട്ട നിലയിൽ, അതായത് കൈകാലുകൾ ബന്ധിച്ച് വായിൽ പ്ലാസ്റ്റർ ഒട്ടിച്ച നിലയിൽ ആണ് മൃതദേഹം കണ്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇതൊരു കൊലപാതകം എന്ന് സ്ഥിരീകരിക്കുന്ന തരത്തിലേക്കാണ് കാര്യങ്ങൾ എത്തുന്നത്. നഞ്ചുണ്ടാപുരം റോഡിലെ പാഴ്സൺ അപ്പാർട്ട്മെന്റിൽ ആണ് ഇവർ താമസിച്ചിരുന്നത്. മകൻ ഡോക്ടർ രാംകുമാർ കുട്ടിക്കൊപ്പമാണ് കസ്തൂരി താമസിച്ചിരുന്നത് എന്നതാണ് വിവരം. ഈ കൊലപാതകം നടക്കുന്ന സമയത്ത് മകൻ വിദേശത്തായിരുന്നു എന്നതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മകൻ പലപ്പോഴായി ഫോണിൽ അടക്കം ബന്ധപ്പെട്ടപ്പോൾ ലഭിക്കാതെ വന്ന സാഹചര്യം ഉണ്ടാകുന്നു. മകളും ഫോണിൽ ബന്ധപ്പെട്ടിരുന്നു. ഇതിനെ തുടർന്ന് അയൽവാസികളെ വിവരം അറിയിച്ചു എന്നതാണ് നമുക്ക് പ്രാഥമികമായി മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെ അയൽവാസികളുടെ സഹായത്തോടുകൂടി നടത്തിയ പരിശോധനയിലാണ് അമ്മ മരണപ്പെട്ടു എന്ന് വ്യക്തമാവുകയും ചെയ്യുന്നത്. എന്തായാലും CCTV ദൃശ്യങ്ങൾ ആയിരിക്കും ഏറ്റവും നിർണായകമാവുക. ആ CCTV ദൃശ്യങ്ങൾ ഇപ്പോൾ പോലീസിന് ലഭിച്ചു എന്നതാണ് സൂചന. കഴിഞ്ഞ ദിവസം 12:15 3 സംഘം ഈ ഫ്ളാറ്റിലേക്ക് എത്തുന്നതിൻ്റെ ദൃശ്യങ്ങൾ ലഭിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഒപ്പം ഈ സംശയിക്കപ്പെടുന്ന യുവതി, അതായത് വീട്ടുജോലിക്കാരിയായി ഇപ്പോൾ സ്ക്രീനിൽ കാണുന്ന ചിത്രം, സുർജ റോക്കി 37 വയസ്സാണുള്ളത്. സുർജ റോക്കി ഈ 3 പേർക്കും വാതിൽ തുറന്നു കൊടുത്തു എന്നും ദൃശ്യങ്ങളിൽ ഏതാണ്ട് വ്യക്തമാകുന്നുണ്ട് എന്നത് ആണ്. അതോടൊപ്പം തന്നെ അരമണിക്കൂറിന് ശേഷം
ഇവർ താമസിച്ചിരുന്ന അപ്പാർട്ട്മെന്റിൽ നിന്ന് ഈ സംഘം പുറത്തേക്ക് പോവുകയും ചെയ്തു എന്നുള്ളതാണ്. ഒപ്പം കഴിഞ്ഞ ദിവസങ്ങളിൽ സുർജ റോക്കിയെ കാണാനില്ല എന്നതും സുർജ റോക്കിയെ ബന്ധപ്പെടാൻ സാധിക്കുന്നില്ല എന്നതും ആ സംശയം കൂടുതൽ ആഴത്തിലുള്ളതാക്കി മാറ്റുകയാണ്. വീടിന് ഉള്ളിലെ അലമാരകൾ തുറന്ന നിലയിൽ ആണ്. ഒപ്പം കസ്തൂരി ധരിച്ചിരുന്ന സ്വർണ്ണാഭരണങ്ങൾ ഉൾപ്പെടെ ഇപ്പോൾ കാണുന്നില്ല എന്നുമാണ് അറിയാൻ സാധിക്കുന്നത്. പ്രതികളെ പിടികൂടുന്നതിന് വേണ്ടി പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചിട്ടുണ്ട്. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ആയിരിക്കും എങ്ങനെയാണ് ഈ കൊലപാതകത്തിലേക്ക് എത്തിയത് അല്ലെങ്കിൽ കൊലപാതകം നിർവഹിച്ചത് എന്നതിൽ ഒക്കെ വ്യക്തത കൈവരും. പ്രത്യേക അന്വേഷണ സംഘത്തെ 6 അംഗ അന്വേഷണ സംഘത്തെ രൂപീകരിച്ചുകൊണ്ടാണ് അന്വേഷണം മുന്നോട്ട് പോകുന്നത്.